കർത്താവിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ബഹുമാന്യരായ ശ്രോതാക്കൾക്ക് ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. നാം വന്നെത്തിയിരിക്കുന്നത് അന്ത്യകാലത്താണ് എന്ന് വ്യക്തമായി മനസ്സിലാക്കാവുന്ന ഒട്ടുവളരെ പ്രതിഭാസങ്ങൾ ദിനംതോറും ലോകത്തിൽ നാം കാണുന്നു. ചില വർഷങ്ങൾക്ക് മുമ്പ് ലോകം ആയിരുന്നതിനേക്കാൾ എത്രയോ അധികം വ്യത്യസ്തത എല്ലാ മേഖലകളിലും ഇന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഏതാണ്ട് 2000-ഓളം വർഷങ്ങൾക്ക് മുമ്പ് യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നു. യേശുക്രിസ്തുവിൻ്റെ ആഗമനം ഈ ലോക ചരിത്രത്തെ രണ്ടാക്കി മാറ്റി. BC AD എന്ന് നാം അറിയുന്നു. BC ബിഫോർ ക്രൈസ്റ്റ്, ക്രിസ്തുവിന് മുമ്പ്. AD അന്നോ ഡൊമിനി, ദ ഇയർ ഓഫ് അവർ ലോർഡ്. യേശുക്രിസ്തുവിൻ്റെ ആഗമനം ഈ ലോക ചരിത്രത്തെ രണ്ടാക്കി മാറ്റിയതുപോലെ യേശുക്രിസ്തു ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ വരുമ്പോൾ അവന്റെ ജീവിതത്തിനും സമൂലമായ പരിവർത്തനം ഉണ്ടാകുന്നതായി കാണുവാൻ കഴിയും. ബൈബിൾ തൽസംബന്ധമായി പറഞ്ഞിരിക്കുന്നത്, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, കണ്ടാലും സകലവും പുതുതായിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. അങ്ങനെ യേശുക്രിസ്തുവിനെ ജീവിതത്തിൽ സ്വീകരിച്ച് ദൈവവഴിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതം നാൾക്ക് നാൾ പുതുക്കം പ്രാപിച്ച് ആ സ്വർഗീയമായ അനുഗ്രഹത്തിലേക്ക് അത് മുന്നേറുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. യേശുക്രിസ്തു 2000-ഓളം വർഷങ്ങൾക്ക് മുമ്പ് ഈ താണലോകത്തിലേക്ക് വന്ന സമയം ഈ ലോക ചരിത്രത്തിൽ ഉണ്ടായിരുന്ന ചില പ്രത്യേക പ്രതിഭാസങ്ങൾ ഈ അന്ത്യകാലത്ത് യേശുക്രിസ്തുവിന്റെ ദ്വിതീയാഗമനത്തോട് അടുത്തിരിക്കുന്ന ഇന്നാളുകളിൽ അതിൻ്റെ തനിയാവർത്തനം ചരിത്രത്തിൽ നമുക്ക് ദർശിക്കാവുന്നതാണ്. അങ്ങനെയുള്ള ചുരുക്കം ചില കാര്യങ്ങൾ എൻ്റെ മാന്യ ശ്രോതാക്കളുമായി പങ്കുവയ്ക്കുവാൻ എനിക്ക് സന്തോഷമുണ്ട്. ഒന്നാമതായി നാം കാണുന്നത്, യേശുക്രിസ്തുവിന്റെ പ്രഥമ ആഗമനത്തിങ്കൽ ശക്തിയേറിയ ഒരു ഭരണകൂടം ലോക ചരിത്രത്തിൽ ഉണ്ടായിരുന്നു. റോമ ഭരണം. യാതൊരു വിട്ടുവീഴ്ചയുമില്ലാത്ത കാർക്കശ്യ സ്വഭാവമുള്ള റോമൻ ഭരണകൂടം വിട്ടുവീഴ്ചയില്ലാത്ത ഭരണമായിരുന്നു പ്രദാനം ചെയ്തിരുന്നത്. ഈ അന്ത്യനാളുകളിൽ അന്ത്യക്രിസ്തു വെളിപ്പെടുവാൻ സമയമായി എന്ന് മനസ്സിലാകത്തക്കതുപോലെ ഒട്ടുവളരെ പ്രതിഭാസങ്ങൾ അന്തിക്രൈസ്തവ ഭരണകാലത്ത് ലോകത്തിൽ നടമാടേണ്ടത് ഇപ്പോൾ തന്നെ സമാരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ യേശുക്രിസ്തുവിന്റെ പ്രഥമ ആഗമനത്തിങ്കൽ ശക്തിയേറിയ കർക്കശ സ്വഭാവമുള്ള റോമൻ ഭരണകൂടത്തെ പോലെ അതിനേക്കാളും കാഠിന്യമേറിയ അന്ത്യക്രിസ്തുവിന്റെ ഏകലോക ഗവൺമെന്റ് സ്ഥാനം ഏൽക്കുവാൻ സമയം അടുത്തിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. യേശുക്രിസ്തുവിന്റെ അമ്മയായ മറിയ പൂർണ്ണഗർഭിണിയായിരിക്കുമ്പോൾ അവരുടെ സെൻസസ്, അവർ ജനിച്ചു വളർന്ന് അവരുടെ സ്വന്തം പട്ടണത്തിൽ വന്ന് എടുക്കണം എന്നുള്ള റോമൻ നിയമത്തെ ലംഘിക്കുവാൻ ആ ഏറ്റവും പ്രയാസമേറിയ ഘട്ടത്തിൽ പോലും അവർ അതനുസരിക്കേണ്ടി വന്നു. 60ഓളം മൈലുകൾ ഗലീല ഭാഗങ്ങളിൽ നിന്ന് കാൽനടയായി വല്ല വാഹനമൃഗത്തിന്റെ സഹായത്താൽ ഒക്കെയും വളരെ ക്ലേശപൂർണമായ യാത്രയാണ് മറിയ അപ്പോൾ നടത്തേണ്ടി വന്നത്. എന്നിരുന്നാലും നിയമത്തെ ലംഘിക്കുവാൻ മറികടക്കുവാൻ കഴിയാതിരുന്നതിനാൽ ആ കാർക്കശ്യ സ്വഭാവമുള്ള റോമൻ നിയമം ഈ പരിതസ്ഥിതിയിലും അവരെ ബേത്ലഹേമിൽ എത്തിച്ചു. നോക്കുക, അന്ത്യക്രൈസ്തവ ഭരണകാലത്തും തത്തുല്യമായ കർക്കശ സ്വഭാവമുള്ള ഭരണം ലോകചരിത്രത്തിൽ നിലവിൽ വരും എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. യേശുക്രിസ്തുവിന്റെ ഒന്നാം വരവിനെ കുറിച്ച് നാം വായിക്കുന്നത് അത് കാലസമ്പൂർണതയിലായിരുന്നു. ഗലാത്യ ലേഖനം 4-ാം അധ്യായം 4-ാം വാക്യം നാം വായിക്കുമ്പോൾ, എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴ് ജനിച്ചവനായി നിയോഗിച്ചയച്ചത് എന്ന് നാം കാണുന്നു. യേശുക്രിസ്തുവിന്റെ ഒന്നാമത്തെ വരവ് കാലസമ്പൂർണതയിൽ ആയിരുന്നു. യേശുക്രിസ്തുവിന്റെ രണ്ടാമത്തെ ആഗമനത്തെ കുറിച്ച് പറയുന്നത് അവരുടെ അതിക്രമത്തിന്റെ
അവരുടെ അന്ത്യകാലത്തെ ഉഗ്രഭാവവും ഉപായബുദ്ധിയുമുള്ള ആന്റി ക്രൈസ്റ്റ് വെളിപ്പെടുന്ന ആ സമയത്തിനടുത്തായിരിക്കും യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവ്. അതിക്രമം തികയുമ്പോൾ എന്ന ആശയം, അതിക്രമക്കാരുടെ അതിക്രമം തികയുമ്പോൾ ഉഗ്രഭാവവും ഉപായ ബുദ്ധിയുമുള്ള ആ ഭരണകൂടം ലോകത്തിൽ രംഗപ്രവേശനം ചെയ്യും. യേശുക്രിസ്തുവിൻ്റെ ഒന്നാം വരവ് കാലസമ്പൂർണതയിലായിരുന്നു എന്ന് നാം കേട്ടുവല്ലോ. അബ്രഹാമിനോട് സ്വർഗത്തിലെ ദൈവം പറഞ്ഞത്, നിന്റെ സന്തതി സ്വന്തമല്ലാത്ത ദേശത്ത് 400 സംവത്സരം പ്രവാസികളായി ആ ദേശനിവാസികളെ സേവിക്കും. 4ാം തലമുറക്കാരെ ഞാൻ അവിടെ നിന്ന് പുറപ്പെടുവിച്ച് ഈ വാഗ്ദത്ത ദേശത്തേക്ക് കൊണ്ടുവരും. ആ കാലസമ്പൂർണത എന്ന വാക്ക് വളരെ പ്രാധാന്യമർഹിക്കുന്നതാണ്. ഇസ്രായേലികളെ വാഗ്ദത്ത നാട്ടിലേക്ക് പ്രവേശിപ്പിക്കുന്നതിന് മുൻപ് ആ ദേശനിവാസികളായ കനാൻ ജാതിക്കാരെ അവരുടെ പാപം ഹേതുവായി ദൈവത്തിന് നീക്കേണ്ടിയിരുന്നു. ദൈവം നീതിമാനാകയാൽ നീതിരഹിതമായ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ ദൈവത്തിന് കഴിയാതിരിക്കുന്നത് കൊണ്ട് ആ ജാതിയെ ന്യായം വിധിക്കത്തക്കവണ്ണം അവരുടെ പാപം അതിൻ്റെ പരമകാഷ്ഠയെ പ്രാപിക്കേണ്ടിയിരുന്നു. ആവർത്തന പുസ്തകം 9-ാമത്തെ അധ്യായം 5-ാം വാക്യം വായിക്കുമ്പോൾ ആ ജാതിയെ ദൈവം നിഗ്രഹിച്ചതും ആ ദേശം ഇസ്രായേലികൾക്ക് കൊടുത്തതും ആ ദേശനിവാസികളുടെ പാപം ഹേതുവായിട്ട് അത്രേ എന്നുള്ള ആശയം നമുക്ക് കാണുവാൻ കഴിയും. അങ്ങനെ പാപം പെരുകിയതായ സ്ഥാനത്ത് സർവശക്തനായ ദൈവം തന്നെ ന്യായവിധി അയച്ചു. അതുവരെയും ആ സമയത്തിന്റെ പൂർണ്ണത വരെയും ഇസ്രായേലികളെ ദൈവം ഈജിപ്തിൽ അടിമകളായി പാർപ്പിച്ചു. ദൈവത്തിന്റെ സമയം പൂർത്തിയായപ്പോൾ അവരെ അവിടെ നിന്ന് പുറപ്പെടുവിച്ചു. അതുപോലെ തന്നെ ഇന്നാളുകളിലും നമുക്ക് ദർശിക്കുവാൻ കഴിയും. മനുഷ്യന്റെ പാപം അതിന്റെ പരമകാഷ്ഠയെ പ്രാപിച്ചിരിക്കുന്ന ഇന്നാളുകളിൽ ദൈവത്തിന്റെ ന്യായവിധി അനവരതം ഈ ഭൂമിമേൽ പകരപ്പെടേണ്ടതായ ഈ സമയം അടുത്തിരിക്കുന്നു. ഇസ്രായേലികളെ ഈജിപ്തിൽ നിന്ന് പുറപ്പെടുവിച്ചതുപോലെ, അവരുടെ വാഗ്ദത്ത നാട്ടിലേക്ക് പ്രവേശിപ്പിച്ചതുപോലെ പാപം പെരുകിയതായ ഈ ഭൂമിയിൽ ദൈവത്തിന്റെ ന്യായവിധി പകരപ്പെടും മുമ്പ് ദൈവം തന്റെ ജനത്തെ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുത്ത ദൈവത്തിന്റെ ദിവ്യസഭയെ, വിശുദ്ധ സഭയെ സ്വർഗസ്ഥലങ്ങളിലേക്ക് ദൈവം ഈ പ്ലാനറ്റിൽ നിന്ന് മാറ്റിപ്പാർപ്പിക്കും. അതിനുള്ള സമയം അടുത്തിരിക്കുന്നു. കാലസമ്പൂർണതയിൽ യേശു ഈ ലോകത്തിലേക്ക് ഒന്നാമത് വന്നതുപോലെ അതിക്രമക്കാരുടെ അതിക്രമത്തിന്റെ ആ ഫുൾഫിൽമെന്റിൽ, ആ പൂർണ്ണതയിൽ യേശുവിന്റെ ദ്വിതീയാഗമനം നടക്കും എന്നതിനാൽ യേശുവിന്റെ രണ്ടാമത്തെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അടുത്തതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത്, യേശുക്രിസ്തുവിന്റെ ഒന്നാം വരവിന്റെ സമയത്ത് റോമൻ ഭരണകൂടം മെച്ചമായ റോഡുകളും യാത്രാ സൗകര്യങ്ങളും പ്രജകൾക്ക് പ്രദാനം ചെയ്തിരുന്നതുപോലെ ഇന്നാളുകളിൽ ഏറ്റവും മെച്ചമായ ശ്രേഷ്ഠമായ യാത്രാ സംവിധാനമാണ് ലോക ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. മെച്ചമായ റോഡുകൾ, റെയിൽവേ സിസ്റ്റം, വായുമാർഗേണ ആകാശമാർഗേണയുള്ള യാത്ര, അതിവേഗതയേറിയ യാത്രാ സംവിധാനങ്ങൾ, അതിവേഗതയേറിയ റോഡ് ട്രാൻസ്പോർട്ടേഷൻ, ട്രാഫിക് സിസ്റ്റംസ് എല്ലാം ഇന്ന് ഈ ഭൂമിയിൽ നമുക്ക് കാണുവാൻ കഴിയും. സർ ഐസക് ന്യൂട്ടൺ ഒരിക്കൽ പറയുകയുണ്ടായി, ദാനിയേൽ പ്രവചനം 12-ാമത്തെ അധ്യായം 4-ാം വാക്യം വായിച്ചപ്പോൾ തനിക്ക് മനസ്സിലായത്, many shall run to and fro and knowledge shall be increased. അങ്ങനെ ജ്ഞാന വർധനവിനു വേണ്ടി അന്ത്യകാലത്ത് മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും അതിവേഗം യാത്ര ചെയ്യുമെന്നുള്ള ആശയം തനിക്ക് അതിൽ നിന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. താൻ എഴുതി, അധികം താമസിയാതെ മനുഷ്യൻ 40-50 മൈൽ ഒരു മണിക്കൂറിൽ ആ വേഗതയിൽ യാത്ര ചെയ്യുവാൻ മനുഷ്യന് കഴിയും എന്ന് അദ്ദേഹം പറഞ്ഞു. ഏതാണ്ട് 60ഓളം വർഷങ്ങൾക്ക് ശേഷം നിരീശ്വരവാദിയായിരുന്ന വോൾട്ടയർ പറഞ്ഞത്, ഐസക് ന്യൂട്ടൺ ബുദ്ധിമാനായ ഒരു മനുഷ്യനായിരുന്നു, എന്നാൽ ക്രിസ്തുമതം തന്നെ ഭ്രാന്തനാക്കിയിരിക്കുന്നു. ഇതാ താൻ പറയുന്നു, 50 മൈൽ വേഗതയിൽ മനുഷ്യൻ യാത്ര ചെയ്യും.
മനുഷ്യന് ശ്വാസം മുട്ടുകയില്ലയോ? അവന്റെ ഹൃദയം നിശ്ചലമായി പോകയില്ലയോ? ഇതെങ്ങനെ സാധിക്കും എന്ന് അദ്ദേഹം ചോദിച്ചു. എന്നാൽ ഇന്ന് വാസ്തവസ്ഥിതി എന്തെന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. എത്രയോ വേഗത്തിലുള്ളതായ യാത്ര ഇന്ന് വളരെ വളരെ സാധാരണയായി നമുക്കിന്ന് കാണുവാനായിട്ട് കഴിയുന്നു. 1 മണിക്കൂറിൽ 185 മൈൽ സ്പീഡിൽ ഓടുന്ന ട്രെയിൻ ഇപ്പോഴുണ്ട്. അത് 500 മൈൽ വേഗതയിലാക്കുവാനുള്ള ശ്രമം തീവ്രമായി നടന്നുകൊണ്ടിരിക്കുന്നതായി അറിയുവാൻ വായിപ്പാൻ കഴിയും. ആകാശത്തിലൂടെ പറക്കുന്ന വിമാനങ്ങൾ എത്രയോ വേഗത്തിൽ പറക്കുന്നു. റോക്കറ്റുകൾ അതിശീഘ്രം പായുന്നു. ഇതെല്ലാം അന്ത്യകാലത്തിന്റെ പ്രത്യേക പ്രതിഭാസങ്ങളാണെന്ന് ഞാൻ എടുത്തു പറയേണ്ടതില്ലല്ലോ. 1-ാം നൂറ്റാണ്ടിൽ റോമൻ പ്രജകൾക്ക് മെച്ചമായ യാത്രാ സൗകര്യങ്ങൾ അന്നത്തെ നിലയിൽ റോമൻ ഗവൺമെന്റ് നൽകിയെങ്കിൽ യേശുക്രിസ്തുവിന്റെ ദ്വിതീയാഗമനം അടുത്തിരിക്കുന്ന ഇന്നാളുകളിൽ എത്രയോ മെച്ചമായ യാത്രാ സംവിധാനങ്ങൾ മുഴു ലോകത്തിലും നമുക്ക് ദർശിപ്പാൻ കഴിയും. ഇതെന്താണെന്ന് വിളിച്ചറിയിക്കുന്നത് യേശുവിന്റെ മടങ്ങിവരവേറ്റം ആസന്നമായിരിക്കുന്നു എന്ന നിത്യയാഥാർത്ഥ്യത്തിലേക്ക് അത് വിരൽ ചൂണ്ടുകയാണ്. യേശുക്രിസ്തുവിന്റെ 1-ാം വരവിങ്കൽ ലോകജനതയെ കൂട്ടിയിണക്കുവാൻ ഗ്രീക്ക് ഭാഷയ്ക്ക് കഴിഞ്ഞു. ഗ്രീക്ക് ഭാഷയും ഗ്രീക്ക് സംസ്കാരവും മുഴു ലോകത്തെയും അന്നാളുകളിൽ ഗസിച്ചിരുന്നു. സുവിശേഷത്തിന്റെ അഭിവൃദ്ധിക്ക്, സുവിശേഷത്തിന്റെ വ്യാപനത്തിന് അത് ഒരളവോളം കാരണവുമായി തീർന്നു. ഇന്നാളുകളിലെ പ്രതിഭാസം നമ്മൾ വീക്ഷിച്ചാൽ ഇംഗ്ലീഷ് ഭാഷ മുഴു ലോകത്തെയും കൂട്ടിയിണക്കുന്നു, മുഴു സംസ്കാരങ്ങളെയും കൂട്ടിയിണക്കുന്നു. ലോകമെല്ലാം ഇന്ന് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന കമ്പ്യൂട്ടർ സംവിധാനത്തിന്റെ ഭാഷയും ഇംഗ്ലീഷാണല്ലോ. ഇംഗ്ലീഷ് ഭാഷ അറിയാവുന്ന ഒരുത്തിന് ലോകത്തിൽ ഏത് സ്ഥാനത്തും ഏത് രാജ്യത്തും പോകുവാനും ജോലി ചെയ്യുവാനും കഴിയും. ഇംഗ്ലീഷ് ഭാഷ 1-ാം നൂറ്റാണ്ടിൽ യേശുവിന്റെ 1-ാം വരവിന്റെ സമയത്ത് ഗ്രീക്ക് ഭാഷ ചെയ്തതിനേക്കാൾ ഉപരിയായി മനുഷ്യ സമൂഹത്തിൽ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. ഇതെന്താണ് വിളിച്ചറിയിക്കുന്നത്? യേശുവിന്റെ 2ാമത്തെ വരവ് അടുത്തിരിക്കുന്നു എന്ന സനാതന യാഥാർത്ഥ്യത്തിലേക്ക് ഈ കാര്യവും വിരൽ ചൂണ്ടുന്നതായി നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. യേശുക്രിസ്തുവിന്റെ 1-ാം വരവിങ്കൽ ലോകത്തിലുണ്ടായിരുന്ന റോമൻ ഭരണകൂടം ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത കാർക്കശ്യ സ്വഭാവമുള്ളതായിരുന്നു എന്ന് ഞാൻ മുമ്പ് സൂചിപ്പിച്ചുവല്ലോ. അന്ത്യക്രിസ്തുവിന്റെ 7 സംവത്സരത്തെ പട്ടാള ഭരണം, വൺ വേൾഡ് ഗവൺമെന്റ്, അടുത്തുണ്ടാകുവാൻ പോകുന്ന, മിഡിൽ ഈസ്റ്റിൽ ഉണ്ടാകുവാൻ പോകുന്ന